സോ ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് വെച്ചത് അപ്പൊ ഞാൻ നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്തു. സീരീസ് പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ ഒരു 80% ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 80-90% ആൾക്കാർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സം ഓഫ് യു ഹാവ് ഗോട്ട് ഇറ്റ് റോങ് ഇൻ ഡൈമെൻഷനിങ് ആൻഡ് ലെറ്ററിങ്. ചില ആൾക്കാർ ലെറ്ററിങ് ചെയ്തിട്ടേ ഇല്ല. സോ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നമുക്കൊരു കറക്റ്റ് ആൻസറിന് 10 മാർക്കിൽ 8 മാർക്കോ അല്ലെങ്കിൽ 7 മാർക്ക് കിട്ടുള്ളൂ. ബാക്കി മാർക്ക് നമുക്ക് ലെറ്ററിങ്ങിനും ഡൈമെൻഷനിങ്ങിനാണ് പോവുക. ഇവിടെ നമ്മളൊരു ബേസിക് പ്രോബ്ലം ഓഫ് സ്ട്രേറ്റ് ലൈൻ, പ്രൊജക്ഷൻ ഓഫ് സ്ട്രേറ്റ് ലൈനിലെ ഒരു ബേസിക് പ്രോബ്ലം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. നോക്കുക, എ ഡാഷ് എ, അത് എഴുതിയിരിക്കുന്ന ഒരു പെർഫെക്ഷൻ നോക്കുക. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇതിൽ നെയിമിംഗ് വ്യത്യാസമുണ്ട്. നമ്മൾ നെയിമിംഗ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. നമ്മൾ ഫോളോ ചെയ്യുന്നത് എ ഡാഷ് ബി ഡാഷ്, ഇവിടെ എ ഡാഷ് ബി വൺ ഡാഷ്, ഇവിടെ എ ബി വൺ, ഇവിടെ എ ബി ടു. ഈ നെയിമിംഗ് എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്യണം. ദെൻ വി ഹാവ് എന്തൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ട്രൂ ലെങ്ത്. ഒരു പ്രോബ്ലത്തിൽ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ട്രൂ ലെങ്ത്, ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ഈ ട്രൂ ലെങ്ത്തിന്റെ ഫ്രണ്ട് വ്യൂ ആണത്. ദിസ് ഈസ് ദ ട്രൂ ലെങ്ത് ആൻഡ് ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ. ഈ എ ഡാഷും ഈ ഒരു സ്ട്രേറ്റ് ലൈനും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൊജക്ടേഴ്സ് എന്ന് പറയുക. നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡും ലൈൻ റൊട്ടേഷൻ മെത്തേഡും ഏത് പ്രോബ്ലത്തിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. പ്രൊജക്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൊജക്ടേഴ്സ് തന്നതിൽ കുറച്ചും കൂടി എളുപ്പം ഏതാണ്? പ്ലെയിൻ റൊട്ടേഷൻ ആണ്. ബട്ട് വി ക്യാൻ അപ്ലൈ ദാറ്റ് ഓൾസോ ഹിയർ. ഐ എം വെരി ഹാപ്പി നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൊജക്ടേഴ്സ് എന്ന പല പ്രോബ്ലംസും കുട്ടികൾ ഈ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദേ ആർ ഇംപ്രൂവിംഗ് ദെയർ സെൽഫ്. ഇറ്റ്സ് എ വെരി ഗുഡ് സൈൻ. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതില് ട്രൂ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് തീറ്റ? എച്ച് പി ആയിട്ട് ട്രൂ ലെങ്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ട്രൂ ലെങ്ത് വിത്ത് എച്ച് പി ഇസ് തീറ്റ. ആംഗിൾ മെയ്ഡ് ബൈ ഫ്രണ്ട് വ്യൂ വിത്ത് എക്സ് വൈ ലൈൻ ഈസ് ആൽഫ. അപ്പൊ നമ്മളൊരു പ്രോബ്ലം കിട്ടുമ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ അതിൽ എന്താണ് എഴുതിയിരിക്കണേ. ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ലൈൻ ഇൻക്ലൈൻഡ് ടു എച്ച് പി എന്ന് പറഞ്ഞാൽ അത് തീറ്റ. ഒന്നുകൂടി ഞാൻ പറയാം. ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ലൈൻ ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ടു എച്ച് പി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് തീറ്റ. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് റിട്ടൺ ദ എലിവേഷൻ ഓർ ഫ്രണ്ട് വ്യൂ ഇസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രീസ് ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആംഗിളിന്റെ പേരെന്താണ്? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേ, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാണോ എന്ന് അറിയില്ലല്ലോ. സം ഓഫ് യു ടെൽ. ഫ്രണ്ട് വ്യൂ ഇസ് ഇൻക്ലൈൻഡ് ഓർ എലിവേഷൻ ഇസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു എച്ച് പി. അപ്പൊ ആ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഏത് ആംഗിൾ ആണ്? ഐ നീഡ് ആൻസർ ഫ്രം സം ഓഫ് യു. വേഗാവട്ടെ. അമൃത, അമൃത അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. അദ്വൈത കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ. എന്നിട്ട് എന്താ റിപ്ലൈ തരാത്തെ? അമൃതൊക്കെ എവിടെ? ഇത് ഓൺ ആക്കി വെച്ചിട്ട് പോയോ എവിടെയെങ്കിലും? ജോയൽ ജോർജ്, ആ കേൾക്കുന്നുണ്ട് സാറേ. പറയടാ. ഫ്രണ്ട് വ്യൂ ഇസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു എച്ച് പി. അപ്പൊ ആ ആംഗിളിന്റെ പേരെന്താ? ആൽഫ. വെരി ഗുഡ്. അപ്പൊ ഫ്രണ്ട് വ്യൂ ഇസ് ഇൻക്ലൈൻഡ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പേരാണ് ആൽഫ. ചിലർ അതിപ്പോഴും തെറ്റിക്കുന്നുണ്ട്. ഇനി ടോപ്പ് വ്യൂ ഇസ് ഇൻക്ലൈൻഡ് 40 ഡിഗ്രി ടു വി പി. ആരെങ്കിലും പറഞ്ഞ ആ ആംഗിൾ ഏതപ്പോ? ടോപ്പ് വ്യൂ ഇസ് ഇൻക്ലൈൻഡ് 40 ഡിഗ്രി ടു വി പി. ബീറ്റ ബീറ്റ പറയൂ. ബീറ്റ. ബീറ്റ. അപ്പോൾ ടോപ്പ് വ്യൂ ഇസ് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബീറ്റ. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രണ്ട് വ്യൂ ഈസ് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ് വരയ്ക്കേണ്ടത്. ഈ ചുവപ്പ് കളറിൽ കാണുന്ന ലൈനാണ് ആൽഫ ആംഗിളിൽ വരയ്ക്കേണ്ടത്. അപ്പൊ ആ ആംഗിളുകൾ തമ്മിലുള്ള കൺഫ്യൂഷൻ ആദ്യമേ ഒഴിവാക്കുക കേട്ടോ. ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു എച്ച് പി എന്ന് പറഞ്ഞാൽ തീറ്റ. ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് 40 ഡിഗ്രി ടു വി പി എന്ന് പറഞ്ഞാൽ ഫൈ. അതാണ് ഇത് രണ്ടും ഡയറക്റ്റ് പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ചെയ്തായിരുന്നത്. ഇനി
ഫ്രണ്ട് വ്യൂ ഇൻക്ലൈൻ 30 ഡിഗ്രി ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ, ടോപ്പ് വ്യൂ ഇൻക്ലൈൻ 40 ഡിഗ്രി ടു വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ. ഇത് മാറി മാറി നമുക്ക് പ്രോബ്ലംസ് യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകം ചോദിക്കാറുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ഇൻ സെയിം സ്ട്രേറ്റ് ലൈൻ. ടോപ്പ് വ്യൂയും ഫ്രണ്ട് വ്യൂയും സെയിം സ്ട്രേറ്റ് ലൈനിലായിരിക്കും. ഈ ഐഡിയ യൂസ് ചെയ്ത് ഇൻഡയറക്റ്റ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഈ ട്രൂ ലെങ്തിന്ന് താഴെ വരച്ചിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യണം എന്നില്ല. ഒരു ഫ്രണ്ട് വ്യൂ കിട്ടിയാൽ ഡയറക്റ്റ് താഴത്തെ ലോക്കസിലേക്ക് വരച്ച് യു ക്യാൻ ഗെറ്റ് ദ ടോപ്പ് വ്യൂ. ദാറ്റ് ഈസ് ഓൾസോ എ കറക്റ്റ് വേ. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ്. So here we are having an example. A line AB 75 mm long, true length തന്നിട്ടുണ്ട്, is 30 degree and 40 degree inclined to HP and VP. അപ്പൊ തന്നെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരണം 30 degree is theta and 40 degree is phi. തീറ്റയും ഫൈയും തന്നിട്ടുണ്ട്. End A is 12 above HP and 10 in front of VP. ഇപ്പൊ ഇവിടെ 12ഉം ഇത് 10ഉം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ A ഡാഷ് മുകളിൽ വരണം, A താഴെ വരണം, തീറ്റ ഫൈ. സോ ദിസ് ഈസ് എ ഡയറക്റ്റ് പ്രോബ്ലം. ലൈൻ ഫസ്റ്റ് ക്വാർട്ടറിലാണെന്ന് അവർ തന്നിട്ടുണ്ട്. വളരെ എളുപ്പമായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമ്മൾ നോക്കുക, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് എ ഡാഷ് എ ഈ കാര്യങ്ങൾ മാർക്ക് ചെയ്യുന്നതിലാണ്. ഡയമെൻഷനിങ് ഇവരിവിടെ കൊടുത്തിട്ടില്ല. ഈ ട്രൂ ലെങ്ത് 75 mm എന്ന് പറയുന്ന ഈ ഡയമെൻഷൻ ഒരു പ്രാവശ്യം മാത്രം മാർക്ക് ചെയ്താൽ മതി. അതൊരിക്കലും ഈ ഫ്രണ്ട് വ്യൂവിന്റെയും ട്രൂ ലെങ്തിന്റെ ഇടയിൽ മാർക്ക് ചെയ്യരുത്. എനിക്ക് വളരെ വിഷമമുണ്ട്, കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് ഈ രണ്ട് ലൈനിന്റെ ഇടയിൽ സ്ഥലം കണ്ടെത്തിയിട്ട് ഡയമെൻഷൻ ചെയ്തിരിക്കണം. ഒരിക്കലും ചെയ്യരുത്. ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് കൊടുക്കുക, ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് കൊടുക്കുക, കുറച്ച് നീങ്ങിയിട്ട് ഒരു പാരലൽ ലൈൻ വരയ്ക്കുക, അവിടെയാണ് 75 കൊടുക്കേണ്ടത്. ആൻഡ് വൺസ് യു ഹാവ് ഗിവൺ ദ ഡയമെൻഷൻ ഡോണ്ട് ഡു ഇറ്റ് അഗെയിൻ ഹിയർ. ഇവിടെ താഴെ വീണ്ടും ചെയ്യരുത്. ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഒരു ഡയമെൻഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. തീറ്റയും ഫൈയും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അഗൈൻ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വിത്ത് വി പി. അപ്പൊ ഫൈ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഫ്രണ്ട് വ്യൂ മേക്സ് 55 ഡിഗ്രി. ഫ്രണ്ട് വ്യൂ മേക്സ് 55 ഡിഗ്രി. അപ്പൊ അത് ഏത് ആംഗിളാ? ഫ്രണ്ട് വ്യൂ മേക്സ് 55 ഡിഗ്രി. ഏത് ആംഗിളാണ്? പറയൂ കുട്ടികളെ, പറയൂ. ഫ്രണ്ട് വ്യൂ മേക്സ് 55 ഡിഗ്രി. ഏത് ആംഗിളാണ് തന്നിരിക്കണേ? ഫൈ ആണോ, ആൽഫ ആണോ, ബീറ്റ ആണോ? I am waiting for your answer. ജഗന്നാഥ്, ജഗന്നാഥ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഇത് ശരിയാവില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഓൺ ചെയ്തതിൽ ഇരിക്കുകയാണ് അറ്റൻഡൻസിന് വേണ്ടിയിട്ട്. ജഗന്നാഥ് പറയൂ, ഫ്രണ്ട് വ്യൂ മേക്സ് 55 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഏതാണ്? ഹലോ, 55 എങ്ങനെയാണ് സാർ? ഫ്രണ്ട് വ്യൂ മേക്സ് 55 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഏതാണ്? തീറ്റ ആണോ, ഫൈ ആണോ, ആൽഫ ആണോ, ബീറ്റ ആണോ? തീറ്റ അല്ലേ സാർ? കേൾക്കുന്നില്ല, ഉറക്കെ പറ. തീറ്റ ആണോ? ഏതാണ്? തീറ്റ 50 ഡിഗ്രി. ബീറ്റ ടോപ്പ് വ്യൂ മേക്സ് ആണെങ്കിലാണ് ബീറ്റ. ഇത് ഫ്രണ്ട് വ്യൂ മേക്സ് ആണ്. അപ്പൊ ഏതാ? ആൽഫ അല്ലേ? ആൽഫ. എന്നോട് ചോദിക്കല്ലേ, ഇതൊക്കെ പഠിച്ചിരിക്കണം. നമ്മളൊരു രണ്ടാമത്തെ മോഡ്യൂളായി. ഫ്രണ്ട് വ്യൂ മേക്സ് എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. അപ്പൊ ആൽഫ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. സോ 10 mm above HP, 15 in front of VP. അത് ആ രീതിയിൽ ഡയറക്റ്റ് പ്രോബ്ലം തന്നെയാണ്. ഒറ്റ മാറ്റേ ഉള്ളൂ, ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. വീണ്ടും ഫ്രണ്ട് വ്യൂ is inclined 60 degree. So they have given you alpha and measures 55. അപ്പൊ വീണ്ടും ശ്രദ്ധിക്കുക, ഫ്രണ്ട് വ്യൂ ഈസ് ഇൻക്ലൈൻ 60 ഡിഗ്രി ആൻഡ് മെഷേഴ്സ് 55. അപ്പൊ ഫ്രണ്ട് വ്യൂ ആൽഫ 55 ആണ്. ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് ആണ് തന്നിരിക്കണേ. നമ്മൾ വരയ്ക്കുമ്പോൾ എ ഡാഷ് ബി വൺ ഡാഷിന്റെ ലെങ്ത് ആണ് തന്നിരിക്കണേ, ട്രൂ ലെങ്ത് അല്ല. ആൻഡ് ടോപ്പ് വ്യൂ 60 ഡിഗ്രി. അപ്പൊ ബീറ്റ തന്നിരിക്കണേ.
അപ്പൊ പ്രത്യേകം കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ എ ബി 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആൽഫ, ആൻഡ് മെഷേഴ്സ് 55 എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ഈസ് 55, ടോപ്പ് വ്യൂ ഈസ് 60 ഡിഗ്രി. അപ്പൊ ബീറ്റ എന്നുണ്ട്, അത് 60 ഡിഗ്രി ആണ്. പിന്നെ ഫസ്റ്റ് ക്വാർട്ടറിന്റെ നോർമൽ പ്രോബ്ലം ആണ്. അപ്പൊ ഈ ഒരു ആംഗിളുകൾ തരുന്നതും ഡയമെൻഷൻ തരുന്നതും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ലൈൻ ഈസ് ഇൻക്ലൈൻ 70 എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ആണ്. ലൈൻ ഈസ് ഇൻക്ലൈൻ 70 ഡിഗ്രി ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുന്ന ആംഗിൾ തീറ്റയാണ്. ടോപ്പ് വ്യൂ ഓഫ് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ ആണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് ബീറ്റ. ടോപ്പ് വ്യൂ ഓഫ് എ ലൈൻ ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു വി പി ആൻഡ് ദ ലെങ്ത് ഈസ് 70 എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് ആണ് 70, അല്ലാതെ ട്രൂ ലെങ്ത് അല്ല. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻസ് പ്രത്യേകം ഒഴിവാക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. അടുത്ത പ്രോബ്ലം എടുത്തോളൂ. ഇവിടെ ഒന്നും കൂടി ഇതാ, നമുക്കൊരു ലൈൻ എ ബി 75 mm ലോങ്, ഇതെന്താണ് ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ മെഷേഴ്സ്, അപ്പോ ഈ ലെങ്ത് തന്നിട്ടുണ്ട്. ടോപ്പ് വ്യൂ മെഷേഴ്സ് ഈ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോ